ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ തിരുവോണം വ്ളോഗ്. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എല്ലാവരും രാവിലെ തന്നെ എണീച്ച് തലേദിവസം അഭിലാഷങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരും രാവിലെ തന്നെ എത്തി. എല്ലാവരും രാവിലെ ഓരോരോ കാര്യങ്ങളായിട്ട് ബിസിയാണ്, ഞാൻ ഒഴിച്ച്. ഞാൻ രാവിലെ ലേറ്റൊക്കെ ആയിട്ട് എണീച്ചത് അമ്മുമ്മയും അർച്ചന ആൻറ്റി അമ്മ എല്ലാവരുമായിട്ട് അടുക്കളയിൽ കയറി അടിപൊളി ഫുഡ് സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പ്, പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുളിച്ചിറങ്ങുന്നുണ്ട്. രാവിലെ 10 മണി എല്ലാവരെയും ഒന്ന് കാണിക്കണം. വൈകുന്നേരം 10 മണി എല്ലാം വൈകുന്നേരം 12 ബോസ് ബിഗ് ബോസ് അതൊന്ന് കാണിക്കൊന്നുകൂടെ. ഇപ്പൊ കാണിച്ച അച്ഛൻ അങ്ങനെ കുളിച്ചു. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റ് ഓരോരുത്തരായിട്ട് കുളിച്ച് റെഡിയായി. ഞാനും റിച്ചനും കുളിപ്പിച്ചിട്ട് കുളിക്കാൻ വിചാരിച്ച് അവളെയും കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനെ കണ്ട ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പം ഞാനും അങ്ങനെ കുളിച്ച് റെഡിയായി ഹൗസ് സാരിയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഓണം ഒന്ന് കളർഫുൾ ആക്കാൻ ഓരോ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരെയും ഒന്ന് വെളിയിലോട്ട് ഇറക്കി സെറ്റാക്കാൻ തുടങ്ങിയത്. ഈ എല്ലാ പ്രാവശ്യവും നമുക്ക് ഏലായിൽ ഓണപ്പരിപാടി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തോ മരണവും കാരണമായിട്ട് അവിടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല. അതിന് മുമ്പ് തന്നെ അവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെന്തെങ്കിലും എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി വൈബ് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തൊട്ടേ വീട്ടിൽ ഗെയിംസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം അവർ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അച്ഛനും ചേട്ടനും ശിരോധങ്ങളും അഭിലാഷങ്ങളും എല്ലാവരും കൂടെ ഗോലി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലെമൺ ആൻഡ് സ്പൂണ്, ഓട്ട മത്സരം, പിന്നെന്താ ചെറിയ അങ്ങനെ ഓണത്തിന് വെക്കുന്ന നോർമലായിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പിള്ളേരെ കൂടെ ഉൾപ്പെടുത്തി ഓരോരോ ബാച്ചായിട്ട് തിരിച്ച് നമ്മൾ പ്രോഗ്രാം ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ലെമൺ ആൻഡ് സ്പൂണ്. പിന്നെ പ്രോഗ്രാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്പോൺസേഴ്സ് ചെയ്ത് ജയിക്കുന്നവർക്ക് 100 രൂപ, 50, 200 അങ്ങനെ ചെറിയ സ്പോൺസർ മണിയും കൂടെ വെച്ച് പൈസയും കൂടെ സെറ്റ് ചെയ്ത് അങ്ങനെ ആയപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു ഗെയിംസ് എല്ലാം കൂടെ. പെൺകുട്ടികളുടെ ലെമൺ സ്പൂൺ മത്സരമാണ്. അതിലൊരു യുവ പയ്യൻ കൂടെ ഉണ്ട്. ഈ മത്സരത്തിന് ഒന്നാം സമ്മാനമായി നൽകുന്നത് 100 രൂപയാണ്. 100 രൂപ. ആരാദ്യം എത്തുന്നു അവർക്കായിരിക്കും 100 രൂപ. അളിയന്മാരുടെ ലെമൺ ആൻഡ് സ്പൂൺ പരിപാടിയാണ് നടക്കുന്നത്. ശിരോധങ്ങൾ ജയിച്ചിരിക്കുന്നു. 1, 2, 3 സ്റ്റാർട്ട്. ക്ലാപ്പ് ചെയ്യണം. സഞ്ജു തോറ്റിരിക്കുകയാണ്. പോയി കളക്ട് ചെയ്താലും 200 രൂപ അടിച്ചോണ്ട് പോയിരിക്കുകയാണ് രുക്കുവേ. ഒറ്റയടി കല എവിടെ? കല ഒറ്റയടിയേ ഉള്ളൂ. അച്ഛ അടിക്കല്ല, അച്ഛ അങ്ങോട്ട് പോട്ട്. ഒറ്റയടിയാണ്. അടിയാണ്. എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. സതീഷ് കെ ഒറ്റയടിയേ ഉള്ളൂ. അച്ഛ പോട്ട്. അയ്യോ പോയി. പവറാണ്. 300 രൂപ പട്ടാളി കല ഉടക്കൽ മത്സരത്തിന് പലവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിക്കാതാണ് സഞ്ജു പ്രൈസ് വാങ്ങിയിരിക്കുന്നത്.
അങ്ങനെ ഓരോ പ്രോഗ്രാംസായിട്ട് ലെമൺ ആൻഡ് സ്പൂണ്, പിന്നെ ഒറിയടി, അങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാംസ് സെറ്റ് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഗ്യാപ്പിൽ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരിക്ക് പൊട്ട് തൊടാൻ സുന്ദരി കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ പട്ടാളിയിൽ കഴിഞ്ഞ വർഷം ഒരു മാവേലിയായ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു വെറൈറ്റിക്കായിട്ട് മാവേലിക്ക് പൊട്ട് തൊടൽ അഥവാ പട്ടാളിക്ക് പൊട്ട് തൊടലാണ് ചെയ്തത്. അളിയാ വയ്ക്കളിയാ, അളിയോ സതീഷ്, അളിയോ അളിയ കറക്റ്റ് നെറ്റി. പട്ടാളി പരിവാർ കൊടുക്കുന്നതാണ്. എല്ലാരും കൈയടിച്ചോ, കൈയടിച്ചോ, കൈയടിച്ചോ. ആർക്കും ഇല്ല, എല്ലാരും മറന്നേക്കുന്നത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ 500 രൂപ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പട്ടാളിക്ക് അഥവാ മാവേലിക്ക് പൊട്ട് തൊടലിൽ. ഫസ്റ്റ് പ്രൈസ് എനിക്കാണ്, ഞാനാണ് കറക്റ്റായിട്ട് കുത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിസാമംഗിൾ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ ഫ്രണ്ട്. പിന്നെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ പ്രോഗ്രാം സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളോട് എല്ലാം അടിപൊളിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് പോലെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വലിയ പ്രോഗ്രാംസ് ഒന്നും നടക്കില്ല, എല്ലാവരും ഓരോ വഴി കിടന്ന് ഉറക്കമായിരിക്കും എന്നറിയാം. എന്നാലും നമ്മൾ അത്യാവശ്യം പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ സദ്യക്ക് വേണ്ടിയിട്ട് ഇലയൊക്കെ ഇട്ട് എല്ലാവരും ഒക്കെ ആയിട്ട് വിളമ്പിയതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ അമ്മൂമ്മയുടെ മുത്തശ്ശേരി അങ്ങോട്ട് പോവാണ്. അവിടെ പരിപാടി പ്രോഗ്രാം ഒരു മരണവും കാര്യങ്ങളായതുകൊണ്ട് പ്രോഗ്രാമൊക്കെ നമ്മൾ വീട്ടിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്താ എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങിയൊരു ജനറേഷൻ ഫോട്ടോഷൂട്ട്. 5 പേരുണ്ടല്ലോ, മുത്തശ്ശി, അമ്മൂമ്മ, അമ്മ, ഞാനും റിച്ചനുമായിട്ടൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പോകുന്ന വഴിക്ക് അങ്ങനെ ജസ്റ്റ് ബൈജു അങ്ങളുടെ അവിടെ കയറി റീനാൻ്റെയൊക്കെ കണ്ടിട്ട് മുത്തശ്ശേരി അങ്ങോട്ട് പോകും. പോണം ഇടയ്ക്കൊരു വീഴ്ചയൊക്കെ പറ്റി ആൾ കുറച്ച് വയ്യാതെ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വാക്കറിൽ പിടിച്ച് നടക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് നൈറ്റിയൊക്കെ ഇട്ടേക്കുന്ന ഒന്ന് മാറ്റിയിട്ട് ഒരു സാരി സെറ്റും മുണ്ടുമൊക്കെ കൊടുത്ത് മുത്തശ്ശിയെ നിർത്തിയൊരു എല്ലാവർക്കും കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങ് സമ്മതിച്ച് നമ്മളോട് ഇരുന്ന് അമ്മ ഡ്രസ്സൊക്കെ മാറ്റി സാരിയൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുത്ത്. അപ്പോഴേക്കും എന്താ വാവയും സഞ്ജുവും വന്നിട്ടുണ്ട്. സുന്ദരിയായില്ലേ? അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇപ്പം. പതുക്കെ വരണേ. കണ്ട ഇങ്ങനെയാണ് എടുക്കണേ, കണ്ടോ? മുത്തശ്ശിക്ക് പൂ വയ്ക്കണമായിരുന്നോ? പൂ വയ്ക്കണമായിരുന്നോ? പൂ വേണോ? പതുക്കെ പറഞ്ഞാൽ മുത്തശ്ശി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ഉറച്ച് വേണം പറയാൻ. പിന്നെ നമ്മൾ കുറച്ച് എല്ലാവരും ആയിട്ടിരുന്ന് ഫോട്ടോസ് എടുത്തു. മുത്തശ്ശി ഒറ്റയ്ക്കിരുത്തി 2-3 ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അമ്മ കൊണ്ടുപോയി സാരിയൊക്കെ മാറ്റി പഴയ നൈറ്റിയൊക്കെ ഇട്ട് പഴയതുപോലെ സുന്ദരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ബൈ, ടാറ്റ. ടാറ്റ പറയണം. എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ്, കാട്ടിനിടയിൽ കൂടെ. അങ്ങനെ ഫോട്ടോ എടുപ്പും എല്ലാമൊക്കെ കഴിഞ്ഞ് ഈ വർഷത്തെ ഓണം എന്താ എല്ലാം തീരുകയാണ്. പിന്നെ തിരിച്ചെല്ലാവരും വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഈ ബാഗ് ഒന്ന് എടുത്തു പോവാം. പോട്ടാ പട്ടാളി. ഓക്കെ ബൈ. അമ്മൂമ്മ പോട്ടാ, ബൈ പറയണ. പോട്ടാ ബിങ്കോ, ടാറ്റ.
ഓക്കെ ബൈ. നമ്മളവിടെ സഞ്ജു ഉണ്ട്. ബാ എടുത്തെടുത്ത് ബാഗ് എടുത്ത് പോയിട്ട് വരാമേ. ഷഡ്ഡി എടുത്താന്ന് മക്കളെ, ഷഡ്ഡി എടുത്താ ഞാൻ ഇടും, അതുകൊണ്ട് ഞാൻ എടുക്കും. ഇല്ല എന്റെ തരാം. അപ്പോൾ സഞ്ജു നമ്മളോട് വരുന്നുണ്ട്. വിനോദങ്ങളൊക്കെ അവർ നാളെയോ മറ്റന്നാളെയോ ഓണപ്പരിപാടി കാണാൻ സിറ്റിലോട്ട് വരുമ്പോൾ തിരിച്ച് അവരോട് അവൻ പോവും. അപ്പോൾ എല്ലാവർക്കും അമ്മൂമ്മയുടെ അടുത്തും പട്ടാളത്തെ എല്ലായിടത്തൊക്കെ ടാറ്റ പറഞ്ഞ് കോഫിച്ചൻ്റെ അടുത്തൊക്കെ അതേ അമ്മൂമ്മ സംസാരിച്ചതിന് ശേഷം നമ്മൾ തിരിക്കുകയാണ്. പെട്ടെന്ന് സമയം പോയി. ഒരു ദിവസം തലേ ദിവസം വന്നു, പക്ഷേ എല്ലാവരുമായിട്ട് നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനും നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. നല്ല നല്ല മൊമെൻറ്റ്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.